ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. മാർക്കറ്റിൽ ഒരു എന്താ പറയുക, ഒരു ഇൻഡിസിഷൻ സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനകത്ത് നിൽക്കുന്നത്. ഇന്ത്യക്ക് മേളിലൊരു 25% ടാരിഫ് ചുമത്തുന്നതായിട്ടാണ് ട്രംപിൻ്റെ ഒരു ന്യൂസ് വെളിയിൽ വരുന്നത്. അപ്പോൾ അത് കൂടുതലും അല്ല, അധികം കുറവുമല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. 35-40 പോയ രാജ്യങ്ങളുണ്ട്, 10 പോയ രാജ്യങ്ങളുമുണ്ട്. സോ 25 നമ്മളൊരു 20 എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 25 ആണ് അത് പോയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആക്ച്വലി തീരുമാനമായിട്ടില്ല. ഓഗസ്റ്റ് 1 ആണ് ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളിതുവരെ അപ്രോച്ച് ചെയ്തില്ല, ഇല്ലെങ്കിൽ നമ്മളിതുവരെ ട്രേഡ് ക്ലോസ് ചെയ്തില്ല എന്നുള്ളത് കാരണം 25 എന്ന് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. ആക്ച്വലി അതൊരു കൺക്ലൂഡിങ് പാർട്ടിലേക്ക് എത്തുമ്പോഴേക്കും 15-20% എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നേക്കാം. ട്രംപ് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഹയർ പ്രൈസ് പറഞ്ഞിട്ട് ലോവർ പ്രൈസിന് വിൽക്കുക എന്നുള്ള സാധാരണ മാർക്കറ്റിംഗ് നമ്മുടെ കടകളിലും കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ കാണിക്കുന്ന അതേ സംഭവം തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ലെറ്റ് സി, പറയാൻ പറ്റത്തില്ല. ട്രംപാണ്, എന്താണ് സംസാരിക്കാൻ പോകുന്നത്, എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പിടിയില്ല. സോ അത് അപ്പാർട്ട് ഫ്രം ട്രേഡിംഗ് ആണ്. നമുക്ക് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഫ്രം പാസ്റ്റ് ഹിസ്റ്ററി അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാർക്കറ്റ് ബുള്ളിഷായിരുന്നു, പിന്നീട് ബെയറിഷായിരുന്നു. മാർക്കറ്റിൽ ഓപ്പൺ ചെയ്ത ഉടനെ നമ്മുടെ സ്ഥിരം ആ 24,600 എന്നുള്ള ഏറ്റവും നല്ല സപ്പോർട്ടിൽ പോയി ഹിറ്റ് ചെയ്തു. അടുത്ത സെക്കൻഡിൽ ബൗൺസ് ചെയ്ത് ഓൾമോസ്റ്റ് 25,960 എന്നുള്ളത് നമ്മുടെ നമ്പർ ഓൾമോസ്റ്റ് എത്തി. ഐ തിങ്ക് 880 വരെ പോയിട്ട് തിരിച്ച് വീണ്ടും അതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 800-700 സംതിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 760 റേഞ്ചിലാണ് നമ്മൾ ലാസ്റ്റിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് രാവിലെ ഒരു ഗ്യാപ്പ് ഡൗണിൻ്റെ ഒരു സിറ്റുവേഷനാണ് ജസ്റ്റ് കാണിക്കുന്നത്, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന 24,760 റേഞ്ചിലാണ് എന്നുണ്ടെങ്കിൽ, വീണ്ടും ഈ ഒരു ലെവലിൽ നമ്മൾ ഓപ്പൺ ചെയ്തത് ഇവിടെ ആയിരുന്നു. ഓൾമോസ്റ്റ് ഈ ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഓപ്പൺ ചെയ്ത ക്യാൻഡിൽ ഇവിടെ ആയിരിക്കും, താഴേക്ക് വീഴുന്നു, തിരിച്ച് വീണ്ടും മേളിലോട്ട് കയറി, തിരിച്ച് വീണ്ടും ഇതുവരെ ഇത്രയും ദൂരം വീണ്ടും സെൽ ഓഫ് ചെയ്ത് ഈ ഒരു ഏരിയയ്ക്ക് താഴെ ക്ലോസ് ചെയ്യിപ്പിച്ചു. അതായത് 24,800 താഴെ ക്ലോസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ മേളിലേക്ക് പോകുമ്പോഴൊക്കെ സെല്ലിങ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ മേളിൽ ഇതേ കയറിപ്പോയി, സെല്ലിങ് വന്നു, താഴോട്ട് വന്നു, തിരിച്ച് വന്നു, ഈ ക്യാൻഡിൽ മേളിൽ ക്ലോസ് ചെയ്യിക്കാൻ, ഇതിൻ്റെ ഹൈയിൽ ക്ലോസ് ചെയ്യിക്കാൻ നോക്കി, അതുപോലെ സെല്ലിങ് വന്നു, താഴേക്ക് വന്നിട്ടുണ്ട്. സോ മേളിലേക്ക് പോകുമ്പോൾ സെല്ലിങ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. താഴേക്ക് പോകുമ്പോൾ ബൈയിങ് വരുന്നുണ്ട്. സോ ഈ ഒരു സോണിനകത്ത് മാർക്കറ്റ് നിൽക്കുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ പറയേണ്ടതുള്ളൂ. മാർക്കറ്റിൽ സ്വിങ് ട്രേഡിങ് കയ്യിലിരിക്കുന്ന ആൾക്കാർ പൊസിഷൻസ് കുറച്ച് കട്ട് ഡൗൺ വേണമെങ്കിൽ ചെയ്ത് വയ്ക്കാം, ഇൻ കേസ് ഇവിടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശനിയും ഞായറുണ്ട്, 2 ദിവസം നമുക്ക് ഫ്രണ്ടിലേക്കുണ്ട്. ആ 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലായിരിക്കാം. ഈ ഒരു ഏരിയയിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ലെവൽസും ബ്രേക്ക് ചെയ്യപ്പെട്ടു. അതായത് നമ്മളൊരു ജസ്റ്റ് ഒരു പിടുത്തത്തിൽ നിൽക്കുകയാണ്. ആ പിടുത്തം വിട്ടുപോയാൽ നമ്മൾ എത്ര ഡെപ്തിലോട്ടാണ് വീഴുക എന്നുള്ളത് നമുക്കറിയില്ല. ആ ഒരു പിടുത്തത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം റിസ്ക് എടുക്കാതിരിക്കുക, മാക്സിമം പെട്ടെന്ന് കയറി പോകാൻ ശ്രമിക്കുക. അത് വീഴുന്നു പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് കുറേ സമയത്തിന് ശേഷമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് പൊസിഷൻ ഹാഫ് കട്ട് ചെയ്തു. വലിയ ലാഭമോ വലിയ നഷ്ടമോ ഇല്ലാണ്ട് ഹാഫ് കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ ആ ഒഴിവാക്കൽ കാരണം ഇനി വീഴുന്നാലും എൻ്റെ ക്യാപിറ്റലിൽ കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും ഫോളോ ചെയ്യാം. മാർക്കറ്റിൽ ഈ ഒരു നമ്മുടെ ഒരു ടാരിഫ് പെർസെൻറ്റേജ് ക്ലിയർ ആയതിനു ശേഷം അത് നമുക്ക് നോക്കാമെന്നുള്ളതാണ്. നമുക്ക് കമ്മിങ് ടു മാർക്കറ്റ്. ഇപ്പോൾ ഈ ഒരു സെൽ ഓഫ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചാർട്ടിലേക്ക് വന്നാൽ ഈ ഒരു ഏരിയ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ട്രെൻഡ് ഉണ്ട്, വളരെ ചെറിയൊരു ട്രെൻഡ് ഉണ്ട്.
ഓക്കെ, പതുക്കെ ഇത് കയറാൻ ശ്രമിക്കുവാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് താഴെയാണ്. താഴെ നിന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് വളരെ ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഹൈ റിസ്കി ഒരു പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യരുത്. മാർക്കറ്റിന് മേളിലേക്കോ താഴേക്കോ പോകാൻ ഒരു താല്പര്യമില്ല. താഴേക്ക് പോകാൻ താല്പര്യം നമുക്കില്ല, ബാക്കിയുള്ളവർക്കുണ്ട്. സോ അവരതിനും ശ്രമിക്കും, തിരിച്ച് കയറ്റാനും ശ്രമിക്കും. സോ ഇന്നലത്തെ പോലെ ഒരു പെട്ടെന്നുള്ള പെട്ടെന്നുള്ള ലോ ക്യാൻഡിൽ എന്നുള്ളതിന് പകരം ഇങ്ങനെ പോയി ഒരു ട്രെൻഡിന് പകരം ഓരോ ക്യാൻഡിലുകളും മേളിലോട്ടും താഴേക്കും സെല്ലിങ്ങും ബൈയിങ്ങും വന്നിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ നല്ല സാധ്യത മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ലാഭത്തിലിരിക്കുന്ന ഒരാൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യരുത്. ഞാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം വീക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ചെറിയ ട്രേഡ്സ്, സോളിഡ് ട്രേഡ്സ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം സ്കാൽപ്പ് ചെയ്യുക. ഇന്നലെ ക്രൂഡ് ഓയിലും അത്യാവശ്യം നല്ലൊരു ഫോളും ബൈയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലേക്ക് വരാം. അപ്പോൾ മാർക്കറ്റിൽ നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 600 താഴെ ലെവൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 720, 660, താഴെ 600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. തിരിച്ച് മേളിലേക്കാണെങ്കിൽ 800, 880 നമ്മൾ ഇന്നലെ പോയത് ഹൈ 960. ഞാൻ സ്ഥിരം പറയുന്ന ഏരിയ ആണല്ലേ 24, 960 എന്നുള്ളൊരു ഏരിയ. അത്രയും വരെയും നമ്മൾ പോയിട്ടുണ്ടാകും. സോ ഈ 3 ലൈനും എക്സ്ട്രീംലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആസ് പെർ പ്രൈസ് ആക്ഷൻ അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ സെൻസെക്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മുടെ ക്രൂഡ് ഓയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്രൂഡ് ഓയിൽ ഇതാണ് സിറ്റുവേഷൻ. ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ട്രയാങ്കിൾ ബ്രേക്കൗട്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിനുള്ളൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6000 എന്ന് പറയുന്നത് ഇവിടുത്തെ സോളിഡ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ. ഓക്കെ, ഇതൊരു സോളിഡ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ. നമ്മൾ നേരത്തെ ഷോർട്ട് ചെയ്തിരുന്നു, മാർക്കറ്റിനെ ഈ ഒരു ലെവലിൽ ഷോർട്ട് ചെയ്തിരുന്നു. ആക്ച്വലി ഇവിടെ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 6166 റേഞ്ചിൽ ഷോർട്ടിങ് ഉണ്ടായിരുന്നു. 6100 ടാർഗറ്റ് അത് ഇടയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പിന്നെ ഷോർട്ടിങ് റേഞ്ച് 6100 താഴെ, ഐ തിങ്ക് ഈ ഒരു ലെവലിൽ 6084 താഴെ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 6038, 44 വരെയുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. 6000 വരെ അതിന് പോകാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഇനി ക്രൂഡ് ഓയിലിൽ ഇതൊരു ഫ്ലാഗായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് ഇതൊരു ഓക്കെ, വരയ്ക്കുമ്പോൾ നിൽക്കുന്നത് മനസ്സിലാവില്ല. ഒന്ന് നോക്കിയാൽ ഇതൊരു ഫോളിങ് വെഡ്ജായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു ഷൂട്ടിങ് വന്നു കഴിഞ്ഞാൽ 6100 മുകളിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. താഴേക്ക് വീഴുന്നു കഴിഞ്ഞാൽ 6000 താഴെ നിങ്ങൾക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ രണ്ടിലും നല്ല ട്രേഡ്സ് വരുന്നുണ്ട്. ഇന്നലെ രാത്രി ക്രൂഡ് ഓയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10:30 ശേഷം വീണ്ടും ഒരു PE ട്രേഡ് ഉണ്ടായിരുന്നു. ഈ ഒരു നല്ലൊരു ക്യാൻഡിൽ കിട്ടിയിരുന്നു. അപ്പോൾ അതും എനിക്ക് 1-2 ക്വാണ്ടിറ്റിക്ക് ട്രേഡ് ചെയ്യേണ്ടി വന്നു. നല്ല മാർക്കറ്റിൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി ഈ വീക്ക് എന്ന് പറയുന്നത് നല്ല ട്രേഡറിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റും ഇൻവെസ്റ്ററിന് ഒട്ടും ആനുകൂല്യം കിട്ടാത്ത ഒരു മാർക്കറ്റുമായിരുന്നു. മാർക്കറ്റ് തിരിഞ്ഞു വരും. കഴിഞ്ഞതിന് മുന്നത്തെ മാസത്തിലൊക്കെ ട്രേഡറിന് ഒട്ടും അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് അല്ലായിരുന്നു. അവിടെ സ്ട്രഗ്ലിംഗ് പീരീഡായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഈ മന്തിലേക്ക് മാർക്കറ്റ് വളരെ നമുക്ക് ഫേവറബിളായിട്ട് തന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ഇതിങ്ങനെയാണ്, സൈക്ലിക്കലാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റർ സ്റ്റേ കാം, നല്ല മാർക്കറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രേഡേഴ്സിന് നല്ല മാർക്കറ്റാണ്. നിങ്ങൾക്ക് അറിവുണ്ട് എന്നുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റി ഉണ്ട്, നിങ്ങളുടെ ഡിസിപ്ലിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഗുഡ് ട്രേഡ്സ്. നല്ല മൊമെൻ്റ് കിട്ടുന്നുണ്ട്. SL അധികം ഹണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ,